ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു കവിതയാണ്. സോളിറ്റ്യൂഡ് എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാന്തത, അതായത് ലോൺലിനെസ് എന്നുള്ളതാണ് മീനിങ്. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതൊന്ന് വായിക്കാം. ഡോണ്ട് യു വിഷ് ടു ഹാവ് സമ്മൺ ബിസൈഡ് യു വെൻ യു ആർ സാഡ് ഓർ ഇൻ ഡിസ്ട്രസ്. അതായത് നിങ്ങൾ എന്തെങ്കിലും സങ്കടത്തിലോ അല്ലെങ്കിൽ ദുരിതത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അരികിലുണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കാൻ സാരമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് തോളിത്തട്ടി നമ്മളുടെ കൂടെ നിൽക്കാൻ അങ്ങനെ ഒരാൾ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ഡു യു റെഡിലി ഹെൽപ്പ് അതേഴ്സ് വെൻ ദേ ആർ ഇൻ നീഡ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് പൂർണ്ണ മനസ്സോടുകൂടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ സഹായിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. റെഡിലി മീൻസ് പൂർണ്ണ മനസ്സോടുകൂടി, അനായാസത്തോടുകൂടി അല്ലെങ്കിൽ പെട്ടെന്ന് എന്നുള്ളതാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കുക. നൗ ലെറ്റ് us read what the poet has taken notice of about the world we live in. Read on. അപ്പം ഈ ഒരു പോയത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു വേൾഡിൻ്റെ പല കാര്യങ്ങളാണ് പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പോം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കുക. അങ്ങനെ വായിക്കുന്ന സമയത്ത് എല്ലാ വേർഡ് ബൈ വേർഡ് മീനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ഐഡിയ കിട്ടും എന്താണ് പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുമ്പോൾ, നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ എല്ലാവരും നമ്മളുടെ ചുറ്റും ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ നമ്മൾക്ക് ചുറ്റും ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ഒരു സത്യം, പരമമായ ഒരു സത്യം, അത് നമുക്ക് ഈ ഒരു പോം ഒറ്റയടിക്കൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം. ലാഫ് ആൻഡ് ദ വേൾഡ് ലാഫ്സ് വിത്ത് യു, വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ. ഈ വരികളുടെ അതേ അർത്ഥം വരുന്ന ഒരു മലയാളം പാട്ടുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വന്നോ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും എന്നുള്ളതാണ് ആ ഒരു സിനിമാ പാട്ടിൻ്റെ വരികൾ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലാഫ് ആൻഡ് ദ വേൾഡ് ലാഫ്സ് വിത്ത് യു. ചിരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നിൻ്റെ ഒപ്പം ചിരിക്കും. വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ. സങ്കടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നീ വിതുമ്പുന്ന സമയത്ത് യു വീപ്പ് അലോൺ, നീ തനിച്ചായിരിക്കും. നിൻ്റെ സങ്കടം പങ്കുവെക്കാൻ ആരും ഉണ്ടാവില്ല, നീ തനിച്ച് തന്നെയായിരിക്കും നിൻ്റെ സങ്കടം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ചിരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളുടെ ചുറ്റും ഉണ്ടാവും, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത്. പക്ഷെ സങ്കടം ഉണ്ടാകുന്ന സമയത്തോ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു 2 ലൈൻസിൻ്റെ മീനിങ്. ഫോർ ദ സാഡ് ഓൾഡ് എർത്ത് മസ്റ്റ് ബോറോ ഇറ്റ്സ് മിർത്ത് ബട്ട് ഹാസ് ട്രബിൾ എനഫ് ഓഫ് ഇറ്റ്സ് ഓൺ. എന്താ പറയുന്നത്? നമ്മളുടെ ഭൂമിയുടെ കാര്യമാണ് പറയുന്നത്. ഫോർ ദ സാഡ് ഓൾഡ് എർത്ത്, ഈ ഒരു പ്രായം ചെന്ന സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഭൂമിക്ക് മസ്റ്റ് ബോറോ ഇറ്റ്സ് മിർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭൂമിക്ക് സന്തോഷം വേണമെങ്കിൽ ഭൂമി എന്ത് ചെയ്യണം? അത് ബോറോ ചെയ്യണം, കടം വാങ്ങണം ആരുടെയെങ്കിലും അടുത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്താണ്? മനുഷ്യൻ്റെ കാര്യം പോട്ടെ, ഭൂമി എങ്ങനെയാണ്? സാഡായിട്ടുള്ള ഇത്രയും പ്രായമുള്ള ഈ ഒരു ഭൂമിക്ക് സന്തോഷം വേണമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് ബോറോ ചെയ്യണം, കടം വാങ്ങണം എന്നാണ് പറയുന്നത്. ബട്ട് ഹാസ് ട്രബിൾ എനഫ് ഓഫ് ഇറ്റ്സ് ഓൺ. പക്ഷേ ഈ ഒരു ഭൂമിക്ക് എന്താണ്? അതിൻ്റെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഭൂമിക്ക് തന്നെ ഒരുപാട് ട്രബിൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സിങ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ, സൈ ഇറ്റ് ഈസ് ലോസ്റ്റ് ഓൺ ദ എയർ. എന്താണ് പറയുന്നത്? നിങ്ങൾ പാടൂ, അപ്പോൾ ദ ഹിൽസ് വിൽ ആൻസർ, കുന്നുകൾ അല്ലേ, ഹിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്നുകൾ. അപ്പോൾ കുന്നുകളും മലകളും ഒക്കെ നിങ്ങൾക്ക് ഉത്തരം നൽകും. സൈ ഇറ്റ് ഈസ് ലോസ്റ്റ് ഓൺ ദ എയർ. സൈ എന്ന് പറഞ്ഞാൽ എന്താ?
നെടുവീർപ്പ് അല്ലേ? നെടുവീർപ്പിടുക എപ്പോഴാണ് നമ്മൾ? എന്തെങ്കിലുമൊക്കെ സങ്കടമോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോഴാണ്. അപ്പം നമ്മളുടെ ആ ഒരു സങ്കടത്തിൻ്റെ ആ ഒരു നെടുവീർപ്പുണ്ടല്ലോ, അത് എവിടെയാണ് അലിഞ്ഞില്ലാതാവുന്നത്? ലോസ്റ്റ് ഓൺ ദ എയറിൽ ഇല്ലാതാവുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും അല്ലേ? അപ്പോൾ ആ ഒരു എയറിൽ നമ്മളുടെ ആ ഒരു എന്താണ് സങ്കടത്തിൻ്റെ നെടുവീർപ്പ് ഇല്ലാതാകും, ലോസ്റ്റ് ആകുമെന്നാണ് പറയുന്നത്. ദ എക്കോസ് ബൗണ്ട് ടു എ ജോയ്ഫുൾ സൗണ്ട് ബട്ട് ഷ്രിങ്ക് ഫ്രം വോയിസിങ് കെയർ. ഇവിടെ എക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിധ്വനി അല്ലേ? നമ്മൾ ഒന്നും ഫർണിച്ചറൊന്നും ഇല്ലാത്ത റൂമിൽ, അതേപോലെ ഈ മലയുടെയും കുന്നിൻ്റെയൊക്കെ മുകളിൽ നിന്ന് നമ്മൾ സന്തോഷം കൊണ്ട് ശബ്ദമുണ്ടാക്കില്ലേ, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യില്ലേ, അപ്പോഴാണ് നമുക്ക് എക്കോസ് കേൾക്കാൻ പറ്റുക, അല്ലെ പ്രതിധ്വനി ഉണ്ടാവുക ആ സമയത്താണ്. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ആരും കാണാതെ ഒരു റൂമിൻ്റെ മൂലയിലിരുന്നോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ തേങ്ങിക്കരയുക ആരും കാണാതെയും കേൾക്കാതെയുമാണ് അല്ലേ? അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിലായിരിക്കും നമ്മൾ കരയുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്നും പ്രതിധ്വനിക്കാറില്ല, സങ്കടങ്ങളൊന്നും പ്രതിധ്വനിക്കാറില്ല, സന്തോഷങ്ങളാണ് അല്ലേ പ്രതിധ്വനിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ദ എക്കോസ് ബൗണ്ട് ടു എ ജോയ്ഫുൾ സൗണ്ട്. എക്കോസ് അതായത് പ്രതിധ്വനി തരുന്നത് എന്താണ്? സന്തോഷകരമായ ശബ്ദങ്ങളാണ് എന്നാണ് പറയുന്നത്. ബട്ട് ഷ്രിങ്ക് ഫ്രം വോയിസിങ് കെയർ എന്താണ് പറയുന്നത്? പക്ഷേ ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. അപ്പം ഫ്രം വോയിസിങ് കെയർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സങ്കടങ്ങളുണ്ടല്ലോ, നമ്മളുടെ നെടുവീർപ്പും നമ്മളുടെ സങ്കടങ്ങളൊക്കെ എന്താണ് നമ്മളിലേക്ക് ചുരുങ്ങിപ്പോകും. അതായത് അത് ഒന്നും പ്രതിധ്വനിക്കില്ല. നമ്മൾ പതിയെയാണ് നമ്മളുടെ സങ്കടങ്ങളുള്ള സമയത്ത് നമ്മൾ തേങ്ങിക്കരയുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? ഉറക്കെയല്ല. അപ്പോൾ അത് പ്രതിധ്വനിക്കില്ല, അതെന്താണ് ചുരുങ്ങിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. സങ്കടങ്ങൾ നമ്മളിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിലേക്ക് അത് ബാധിക്കില്ല, അതിന് പ്രതിധ്വനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. റിജോയ്സ് ആൻഡ് മെൻ വിൽ സീക്ക് യു, ഗ്രീവ് ആൻഡ് ദേ ടേൺ ആൻഡ് ഗോ. എന്താ പറയുന്നത്? റിജോയ്സ് എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക, ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക. ആൻഡ് മെൻ വിൽ സീക്ക് യു, അങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ നിങ്ങളെ തേടി വരും. സീക്ക് എന്ന് പറഞ്ഞാൽ തിരയുക, നിങ്ങളെ തിരഞ്ഞു വരും. ഗ്രീവ്, നിങ്ങളൊന്ന് സങ്കടപ്പെട്ട് നോക്കൂ, അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആൻഡ് ദേ ടേൺ ഗോ, അവരെന്ത് ചെയ്യും? അവർ തിരിഞ്ഞ് അങ്ങ് പോകും, നമ്മളെ വിട്ടങ്ങ് പോകും. സന്തോഷിക്കുമ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടാവും, നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ എന്താണ്? നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? തിരിഞ്ഞ് അങ്ങ് പോകും, നമ്മളുടെ കൂടെ നിൽക്കില്ല എന്നാണ് പറയുന്നത്. They want full measure of all your pleasure, but they do not need your woe. എന്താ പറയുന്നത്? They want full measure of all your pleasure. അവർക്ക് വേണം നിൻ്റെ all your pleasure, നിൻ്റെ എല്ലാ സന്തോഷത്തിൻ്റെയും എല്ലാ വശങ്ങളും അവർക്ക് അറിയണം, അവർക്ക് വേണം, അതിൻ്റെ ഒരു പങ്ക് അവർക്ക് വേണം. ഓക്കെ, ദേ വോണ്ട് ഫുൾ മെഷർ ഓഫ് ഓൾ യുവർ പ്ലഷർ, നിൻ്റെ എല്ലാ പ്ലഷറിൻ്റെയും എന്താണ് മൊത്തത്തിലുള്ള ഒരു പങ്ക് അവർക്ക് വേണം. അത് സന്തോഷമുള്ളപ്പോൾ നിങ്ങളുടെ കൂടെ അവർ നിൽക്കുമെന്നാണ് പറയുന്നത്. ബട്ട് ദേ ഡു നോട്ട് നീഡ് യുവർ വോ, പക്ഷേ നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം, വിഷമം, അതൊന്നും അവർക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബി ഗ്ലാഡ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ മെനി, ബി സാഡ് ആൻഡ് യു ലോസ് ദം ഓൾ. എന്താ പറയുന്നത്? ബി ഗ്ലാഡ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ മെനി, നീ സന്തോഷവാനായിരിക്കൂ, അപ്പോൾ നിനക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, അവർ നിൻ്റെ കൂടെ ഉണ്ടാവും. ബി സാഡ് ആൻഡ് യു ലോസ് ദം ഓൾ, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തോ നിനക്ക് അവരെല്ലാം നഷ്ടമാകും, അവരെല്ലാം നിന്നെ വിട്ടിട്ട് പോകും. There are none to decline your nectared wine, but alone you must drink your life's gall. എന്താ പറയുന്നത്? There are none to decline your nectared wine. എന്താണ്? വീഞ്ഞ് അല്ലേ? അമൃത് പോലെയുള്ള ആ ഒരു വീഞ്ഞ്, അതിവിടെ ഉദ്ദേശിക്കുന്നത് നിൻ്റെ സന്തോഷമാണ്. ഓക്കെ, നിൻ്റെ ഏറ്റവും സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അതൊരിക്കലും ആരും തന്നെ നിന്നെ നിരസിക്കില്ല. നീ സന്തോഷവാനായിരിക്കുന്ന സമയത്ത് ആരും തന്നെ നിന്നെ നിരസിക്കില്ല, നിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. ബട്ട് അലോൺ യു മസ്റ്റ് ഡ്രിങ്ക് യുവർ ലൈഫ്സ് ഗേൾ, പക്ഷേ നിൻ്റെ ജീവിതത്തിൻ്റെ കയ്പ് നീര് അത് നീ ഒറ്റയ്ക്ക് തന്നെ കുടിച്ചു തീർക്കണം, അതിന് ആരും കൂടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നെക്ടേർഡ് വൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷത്തിൻ്റെ ലഹരിയാണ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ലഹരി നുണയാൻ നിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ ജീവിതത്തിലെ കയ്പുനീര് അതായത് ദുഃഖം പങ്കിടാൻ നിൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നോക്കാം. Feast and your halls are crowded fast and the world goes by. എന്താ പറയുന്നത്? ഫീസ്റ്റ്, സദ്യ അല്ലേ? നീ ആളുകൾക്ക് സദ്യ കൊടുക്കൂ. ആൻഡ് യുവർ ഹാൾസ് ആർ ക്രൗഡഡ്, നിൻ്റെ ഹോള് മുഴുവൻ എന്തായിരിക്കും? ആളുകൾ തിങ്ങി നിറയും അല്ലേ? ഇപ്പോൾ ഒരു
പണക്കാരൻ്റെ കാര്യം എടുക്കുകയാണ്. അപ്പം പണക്കാരൻ എന്താണ്, ആളുകൾ തപ്പിത്തെരഞ്ഞ് ചെല്ലും, എന്നിട്ട് ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. പക്ഷേ ഒന്നുമില്ലാത്തവനെ ആരും തിരക്കി ചെല്ലുകയോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയോ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഫീസ്റ്റ് ആൻഡ് യുവർ ഹാൾസ് ആർ ക്രൗഡഡ്. നീ സദ്യ നൽകൂ, അപ്പം നിൻ്റെ എന്താണ് ഹാള് മുഴുവൻ ആളുകളുണ്ടാവും. ഫാസ്റ്റ് പറഞ്ഞാൽ പട്ടിണി കിടക്കുക അല്ലേ. അപ്പോൾ പട്ടിണി കിടക്കൂ ആൻഡ് ദ വേൾഡ് ഗോസ് അവേ. അപ്പോൾ എന്താ സംഭവിക്കുക, ലോകം മുഴുവൻ നിന്നെ അവിടെ ഇട്ടിട്ട് പോകും. നീ പട്ടിണി കിടക്കുന്ന സമയത്ത് അത് നിൻ്റെ മാത്രം ദുഃഖമാണ്. അപ്പോൾ അവർ നിന്നെ വിട്ടിട്ട് പോകും, നിന്നെ ഹെൽപ്പ് ചെയ്യുകയൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ എല്ലാവരുടെയും കാര്യമല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളുണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷേ ഇവിടെ പറയുന്നത് കോമൺ ആയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പം എന്താണ്, ഫീസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഹാള് ക്രൗഡഡ് ആയിരിക്കും, പക്ഷേ പട്ടിണി ഇരിക്കുന്ന സമയത്ത് എന്താണ്, ആരും ഉണ്ടാവില്ല, എല്ലാവരും തിരിഞ്ഞു നടക്കുമെന്നാണ് പറയുന്നത്. Succeed and give and it helps you live but no man can help you die. എന്താ പറയുന്നത്, സക്സീഡ് അല്ലേ, വിജയിക്കുക, ആൻഡ് ഗീവ് എന്നിട്ട് നൽകുക, നിൻ്റെ വിജയത്തിൻ്റെ കുറച്ച് പങ്ക് ആളുകൾക്ക് നൽകുക. ആൻഡ് ഇറ്റ് ഹെൽപ്സ് യു ലീവ്, അത് നിന്നെ ജീവിക്കാൻ സഹായിക്കും, ജീവിതത്തിന് മുന്നോട്ട് നീങ്ങാനുള്ള വഴിയിൽ നിന്നെ അത് സഹായിക്കും. ബട്ട് നോ മാൻ ക്യാൻ ഹെൽപ്പ് യു ഡൈ, പക്ഷേ ആരും നിന്നെ മരിക്കാൻ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. There is room in the halls of pleasure for a long and loudly train. എന്താ പറയുന്നത്, there is room in the halls of pleasure. സന്തോഷത്തിൻ്റെ ഹാളുകളിൽ എപ്പോഴും ഒരു ഇടമുണ്ടാകും. for a long and loudly train, ഒരുപാട് നീളമുള്ള ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരുപാട് ശബ്ദം ഉണ്ടാക്കി സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ഹോളുകളിൽ എന്താണ്, സന്തോഷത്തിൻ്റെ ഹോളുകളിൽ ഇടമുണ്ടാകുമെന്നാണ് പറയുന്നത്. ബട്ട് വൺ ബൈ വൺ വി മസ്റ്റ് ഓൾ ഫൈൽ ഓൺ ത്രൂ ദ നേരോ എയിൽസ് ഓഫ് പെയിൻ. ഇവിടെ നേരോ എയിൽസ് മീൻസ് എന്താണ്, ഇടനാഴി എന്ന് പറയും. ട്രെയിനിൻ്റെ ആ ഒരു സീറ്റുകൾക്കിടയിലൂടെയുള്ള നടക്കാനുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതിനെ പറയാം കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം പക്ഷേ എന്താണ്, വൺ ബൈ വൺ, ഒന്നിന് പുറകെ ഒന്നായി, വി മസ്റ്റ് ഓൾ ഫൈൽ ഓൺ ത്രൂ ദ നാരോ എയിൽസ് ഓഫ് പെയിൻ, വേദനയുടെ ഇടനാഴിയിലൂടെ എന്താണ്, വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഓരോരുത്തരും തനിയെയാണ് നടക്കുന്നത്, അതിന് നമ്മളുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോൺലിനെസ് ആണല്ലേ. അപ്പോൾ അത് തന്നെയാണ് കവിതയിലുടനീളം പറയുന്നത്. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് സന്തോഷം വരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ നമുക്ക് നേട്ടം വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ ധനികരായിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവുക. നമ്മൾ അങ്ങോട്ട് പോയി തിരയാതെ തന്നെ നമ്മളെ ഇങ്ങോട്ട് വന്ന് തിരഞ്ഞു പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമുക്കൊരു സങ്കടം വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത്, നമ്മളൊന്നുമല്ലാതെ തനിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല, നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അത് സന്തോഷം ആയിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ നമ്മൾക്കത് ചുറ്റും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ്, നമ്മളൊന്നുമല്ലാതെ നിൽക്കുന്ന പക്ഷം നമ്മളുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പോയത്തിൻ്റെ വരികൾ അർത്ഥവത്തായതാണ്. നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് സൊസൈറ്റിയിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് അമേരിക്കൻ ഓതറും അതേപോലെ പോയറ്റുമായിട്ടുള്ള എല വീലർ വിൽകോക്സ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും പ്രധാനപ്പെട്ട വർക്ക്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.